എല്ലാവർക്കും യു കെ എനർജി സോണിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗത്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് എന്താണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് അത് സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നത്? ഇത് ലീഗലി എൻഫോഴ്സിബിൾ ആണ്, അതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, ലീഗലി എൻഫോഴ്സ്ഡ് ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പല ഡിസഡ്വാൻറ്റേജസും ഓവർകം ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വരുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. എന്താണ് കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ എന്തില്ല, ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് ഇല്ല. സെൻട്രലൈസ്ഡ് ട്രേഡിങ്ങും എവിടെയില്ല, ഫോർവേഡ് കോൺട്രാക്റ്റിനകത്തില്ല. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ ഡിസഡ്വാൻറ്റേജസും ഓവർകം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് വൺ ആണ്. ഇത് കംപ്ലീറ്റ്ലി എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് വൺ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കോൺട്രാക്റ്റ് സൈസ്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് കോൺട്രാക്റ്റ് സൈസ്, അതോടൊപ്പം തന്നെ മെച്യൂരിറ്റി പീരീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് എന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലീഗലി എൻഫോഴ്സിബിൾ ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എഗ്രിമെൻ്റ് ആണ് അല്ലേ, ഇതൊരു എഗ്രിമെൻ്റ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ്, സിംപ്ലി എന്താണ് ഇറ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ, ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. എന്താണ് ടു ബൈ ഓർ സെൽ എ കമോഡിറ്റി, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ടു ബൈ ഓർ സെൽ എ, ഒന്നുകിൽ എന്തായിരിക്കാം ഒരു കമോഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കറൻസി ആയിരിക്കാം, കമോഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കറൻസി ആയിരിക്കാം. നമ്മൾ പല ടൈപ്പിനകത്തുള്ള ഫ്യൂച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. പക്ഷെ എന്താണ് ഇവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാവും. അതാണ് പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാവും. അല്ല, ഞാൻ ഷോർട്ടാക്കിയിട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ എഴുതുക. പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രൈസ് ഉണ്ടാവും അല്ലേ, ഒരു പ്രൈസ് ഉണ്ടാവും. അതാണ് ഈ സമയത്ത് ഈ എഗ്രിമെൻറ്റ് സമയത്ത് എന്ത് ചെയ്യുന്നു, അതാണ് ഇന്നൊരു പ്രൈസിന് ഇന്നൊരു ഡേറ്റിന് എന്താണ് ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണെന്ന് ഫ്യൂച്ചർ എന്ന് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് എന്ന് പറയാം. എന്താണ് ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ടു പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ബയ്യർ അതോടൊപ്പം തന്നെ സെല്ലർ. ടു പാർട്ടീസ് എന്തിനു വേണ്ടിയിട്ടാണ് ടു ബൈ ഓർ സെൽ. എന്താണ് ടു ബൈ ഓർ സെൽ പർട്ടിക്കുലർ അസറ്റ്, ടു ബൈ ഓർ സെൽ പർട്ടിക്കുലർ അസറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ, അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺട്രാക്റ്റിനകത്ത് നമ്മൾ ഏർപ്പെടുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ എഗ്രി ചെയ്യുന്നു. അതാണ് ബയ്യറും സെല്ലറും കൂടിയിട്ടാണ് എഗ്രി ചെയ്യുന്ന പ്രൈസാണ്. രണ്ട് പാർട്ടീസ് അവിടെ ഉണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളതാണ് ബയ്യറും അതുപോലെ തന്നെ സെല്ലർ എന്നുള്ള രണ്ട് പാർട്ടീസ് അതിനകത്തുണ്ടാവും. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ഡേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ ഫ്യൂച്ചർ ഡേറ്റിനെയാണ്. ആ ഫ്യൂച്ചർ ഡേറ്റിനെ പറയുന്നതാണ്. ഓക്കെ, ഒരു ജസ്റ്റ് ടേമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ ഡേറ്റിന് എന്താണ് പറയുന്നതാണ് ഡെലിവറി ഡേറ്റ് എന്ന് പറയും. എന്താണ് ഡെലിവറി ഡേറ്റ് എന്ന് പറയും. ഓക്കെ, ഡെലിവറി ഡേറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്നും പറയാം. എന്താണ് ഡെലിവറി ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്നും പറയാം. അതായത് ഫ്യൂച്ചർ ഡേറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഫ്യൂച്ചർ ഡേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രൈസിന് നമ്മൾ എഗ്രി ചെയ്യും അല്ലേ. അതിൻ്റെ മീനിങ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്താണ്, ടു ബൈ ഓർ സെൽ എ കമോഡിറ്റി, സെക്യൂരിറ്റി ഓർ കറൻസി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ്. ആ ഫ്യൂച്ചർ ഡേറ്റിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. ഒരു പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഒരു എഗ്രി ചെയ്യുന്നതിനുള്ള പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എഗ്രീഡ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന പ്രൈസ് എന്ന് പറയാം. അതിന് നമ്മൾ പറയുന്നതാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയും. എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയും. ഈ ഫ്യൂച്ചർ പ്രൈസിൻ്റെ വാല്യുവേഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്യൂച്ചർ പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മീനിങ് ആണ് നോക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ പറയുന്ന ഒരു ചെറിയ ഡെഫിനേഷൻ നമുക്കൊന്ന് ഫ്യൂച്ചറുമായി റിലേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആർ എക്സ്ചേഞ്ച് ട്രേഡഡ്. ഫ്യൂച്ചേഴ്സ് ആർ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്. ഫ്യൂച്ചേഴ്സ് ആർ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റ് ആണ്. കാരണം അവിടെ എന്തുണ്ട്, ഒരു എക്സ്ചേഞ്ച് അവിടെയുണ്ട് ഇല്ലേ. എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ടു സെൽ ഓർ ബൈ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ടു സെൽ ഓർ ബൈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഫിസിക്കൽ കമ്മോഡിറ്റീസ് ആവാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഫിസിക്കൽ കമ്മോഡിറ്റീസ്, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്തുണ്ട്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഫോർ ഫ്യൂച്ചർ ഡെലിവറി at an agreed price. ഓക്കെ, എഗ്രീഡ് പ്രൈസ്. ഈ ഫ്യൂച്ചർ ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിട്ട് അതിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ഡെലിവറി ഡേറ്റിലും ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്നുള്ളത്. എഗ്രീഡ് പ്രൈസിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ഫ്യൂച്ചർ പ്രൈസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഫ്യൂച്ചറിൻ്റെ മീനിങ്, അതോടൊപ്പം തന്നെ ചെറിയൊരു ഡെഫിനേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തും. കോമേഴ്സ് റിലേറ്റഡായിട്ട് ക്ലാസ്സുകൾ മാത്രമാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.